എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് FW ടൈലറിൻ്റെ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അതിൽ ഉൾപ്പെടുന്ന ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. 4 മാർക്കിന് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാവരും നന്നായി പഠിച്ചിരിക്കണം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. Functional foremanship refers to the technique of separating planning and execution function at the lowest level of shop floor. അതായത് ലോവസ്റ്റ് ലെവലിൽ തന്നെ പ്ലാനിങ്ങിനെയും എക്സിക്യൂഷനെയും രണ്ടായി തരംതിരിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. Taylor has suggested the division of the work of factory manager into 2 sub-departments. ടൈലർ വർക്കുകളെ ഡിവിഷനാക്കി മാറ്റിയിരിക്കുന്നു, 2 ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റിയിരിക്കുന്നു. പ്ലാനിങ് ആൻഡ് ഡൂയിങ് എന്നുള്ള 2 സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ടൈലർ വർക്കിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ പ്ലാൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ അദ്ദേഹം പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നും, അടുത്തതായി ഡൂയിങ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ അദ്ദേഹം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും എന്നങ്ങനെ 2ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിൽ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. പ്രൊഡക്ഷൻ ഇൻചാർജിൽ വരുന്നത് ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ, സ്പീഡ് ബോസ്. ഫാക്ടറി മാനേജേഴ്സ് വർക്കുകളെ 2 ഡിപ്പാർട്ട്മെൻറ്റുകളായി മാറ്റിയിരിക്കുന്നു, പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ് കൂടി കൂടുമ്പോൾ എന്തായി മാറുന്നു? വർക്കറായി മാറുന്നു. അപ്പോൾ അതിലെ പ്ലാനിങ് ഇൻചാർജ്, പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റൂട്ട് ക്ലർക്ക്. റൂട്ട് ക്ലർക്ക് എൻഷ്യൂർസ് ദ സീക്വൻസ് ഓഫ് കംപ്ലീറ്റിംഗ് എ പെർട്ടിക്കുലർ വർക്ക്. അതായത് റൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള റൂട്ടിനെ പറയുന്ന പേരാണ്, ആ സീക്വൻസിനെ പറയുന്ന പേരാണ് റൂട്ട് ക്ലർക്ക്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവരെന്തെല്ലാം സീക്വൻസ് ഉപയോഗിക്കുന്നു അതിനെ പറയുന്ന പേരാണ് റൂട്ട് ക്ലർക്ക്. രണ്ടാമത് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. അവർ അതിനു വേണ്ടിയുള്ള വർക്കേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് നൽകുക എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കിൽ ഉൾപ്പെടുന്നത്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. അവിടെ തന്നെ നമുക്കറിയാം, ഒരു വർക്കർക്ക് എത്ര ടൈം വേണം അത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഒരു വർക്ക് ചെയ്യുന്നതിൽ എത്ര ചിലവ് വരും, അതാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ലാസ്റ്റ് വൺ, ഡിസിപ്ലിൻ ഓഫീസർ. ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വർക്ക് കറക്റ്റായിട്ട് നല്ലൊരു ഡിസിപ്ലിൻ മാനറിൽ നടന്നു പോകുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ ഓഫീസർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഡൂയിങ് ആസ്പെക്ട്സ്, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് ഫസ്റ്റ് വൺ, ഗ്യാങ് ബോസ്. To arrange all the machines, tools and other resources for a particular job. ഒരു ജോബിന് ആവശ്യമുള്ള മെഷീൻസ്, ടൂൾസ്, ആവശ്യമുള്ള റിസോഴ്സസ് എല്ലാം ആക്കുക എന്നുള്ളതാണ് ഗ്യാങ് ബോസിൻ്റെ ലക്ഷ്യം. സ്പീഡ് ബോസ് എന്ന് പറഞ്ഞാൽ ടു എൻഷുർ ദാറ്റ് മെഷീൻസ് ആർ റൺ അറ്റ് ഒപ്റ്റിമം ഡിസൈർഡ് സ്പീഡ്. ആ മെഷീൻസ് എല്ലാം കറക്റ്റായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള സ്പീഡിൽ അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താനാണ് സ്പീഡ് ബോസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. നെക്സ്റ്റ്, റിപ്പയർ ബോസ്. റിപ്പയർ ബോസ് എന്ന് പറയുമ്പോൾ ടു എൻഷുർ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് മെഷീൻസ്, എൻഷുർ റെഗുലർ ക്ലീനിങ് സർവീസസ് ആൻഡ് റിപ്പയർ ഓഫ് മെഷീൻസ്. അതിൻ്റെ സ്മൂത്തായിട്ടുള്ള മെഷീൻ്റെ റണ്ണിങ്ങിന് കറക്റ്റായിട്ടുള്ള ക്ലീനിങ്, സർവീസസ്, റിപ്പയേഴ്സ് എല്ലാം ചെയ്യുക എന്നുള്ളതാണ് റിപ്പയർ ബോസ്. ലാസ്റ്റ് വൺ, ഇൻസ്പെക്ടർ. ചെക്ക് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ഡൺ. ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇൻസ്പെക്ടറിൻ്റെ ഡ്യൂട്ടി. ടൈലറിൻ്റെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുമ്പോൾ പ്ലാനിങ്ങും ഡൂയിങ്ങും അങ്ങനെ 2 സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ, സ്പീഡ് ബോസ്. 4 മാർക്കിന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. എല്ലാവരും നിർബന്ധമായും പഠിച്ചിരിക്കണം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.